ഹലോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് റൂമൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം തുണികളൊക്കെ അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കാണ്ടായിരുന്നു, ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഏട്ടൻ്റെ ഷെൽഫിൽ നിന്ന് തുടങ്ങി. ഏട്ടനൊക്കെ അങ്ങോട്ട് തള്ളി തള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് നീറ്റാക്കിയിട്ട് വെച്ച്. ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ തുണി എടുത്തിട്ട് ചുരുട്ടിയിട്ടേ വെക്കാറുള്ളൂ. കാരണം മറ്റേ രീതിയിൽ വെച്ചാൽ തുണികൾ തികയില്ല. അപ്പോൾ ഞാൻ ചുരുട്ടിയിട്ടാണ് വയ്ക്കുക. പിന്നെ എൻ്റെ തുണികളാണ് നേരെ മടക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അതും ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആ പിങ്ക് ബ്ലൗസ് എൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസാട്ടോ. എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെയായിരുന്നു എൻ്റെ ബ്ലൗസൊക്കെ വർക്ക് ചെയ്തത്. കാരണം പുറത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി എമൗണ്ട് കൂടുതലല്ലേ വെച്ചിട്ട് ഞാൻ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ തന്നെ അതൊക്കെ കുറേയൊക്കെ സെറ്റാക്കി. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് കല്യാണം കഴിഞ്ഞത് ഞാൻ പെട്ടെന്ന് തടിച്ചിട്ടു. അപ്പോൾ എനിക്ക് പിന്നെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. സാരിയൊക്കെ ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ബാഗിലാക്കി ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതൊക്കെ റൂം ഞാൻ നീറ്റാക്കി ഇട്ടു. അപ്പോൾ ഇത് ഞാൻ കുറേ വാങ്ങിക്കൂട്ടിയതാട്ടോ. പാവക്കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്, ഇനിയും വാങ്ങണം എന്നാണ്. പിന്നെ അതേപോലെ റൂമിൽ അവിടെ ഗ്രില്ലിൻ്റെ അവിടെ ആയിട്ടൊരു ചെറിയൊരു അക്വേറിയം, കുറച്ച് ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഏട്ടൻ്റെയാണ്. ഏട്ടനിത് പറഞ്ഞ പ്രാന്താണ്, കുറേ ഫിഷ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആളാണ് നോക്കാറ്. പിന്നെ ആയിരിക്കുന്നത് എൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്പം കഴിക്കണതാണ്. അയണിൻ്റെയും കാൽസ്യത്തിൻ്റെ ഒക്കെ മരുന്നാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.